നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ യൂറോപ്പിലെയും വടക്കേ അമേരിക്കയിലെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളിൽ നിന്നാണത്രേ ഇത് ഉദ്ഭവിച്ചത്. ലിംഗസമത്വം, പ്രത്യുൽപാദന അവകാശങ്ങൾ, സ്ത്രീകൾക്കെതിരായ അക്രമം, സ്ത്രീകളെ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാണ് എല്ലാ വർഷവും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത്. വർഷങ്ങളായി ഈ ദിനം ആചരിക്കുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ബാലപീഡനം മുതൽ സ്ത്രീധന മരണം വരെയായി ഇന്നും നമ്മുടെ സമൂഹത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നിർഭാഗ്യകരമായ കാര്യം. തനിക്ക് ജനിക്കുന്നത് പെൺകുട്ടിയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നമ്മുടെ സാക്ഷര കേരളത്തിൽ പോലും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെയുള്ള സമൂഹം ഇപ്പോഴും ഉണ്ടെന്ന സ്ഥിതി മാറുമെന്ന് കരുതി കാത്തിരിക്കാതെ സ്ത്രീകൾ സ്വയം മാറണം. പെൺകുട്ടിയാണെങ്കിൽ ഭാവിയിൽ കൊടുക്കേണ്ടി വരുന്ന സ്ത്രീധനത്തെയോർത്ത് സങ്കടപ്പെടാതെ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അവളെ നല്ല ബോൾഡായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികളെ വളർത്തുക, വളരുന്ന ഓരോ പ്രായത്തിലും അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക, അറിവ് ആവോളം നേടാനും പലവിധ സാഹചര്യങ്ങളെയും മനുഷ്യരെയും ഒക്കെ മനസ്സിലാക്കാനും ചിന്തിച്ച് പ്രവർത്തിക്കാനുമൊക്കെ സഹായിക്കുന്ന നല്ല പുസ്തകങ്ങളിലേക്കുള്ള വായനാശീലം തുറന്നുകൊടുക്കുക. ആവശ്യത്തിന് വിദ്യാഭ്യാസവും കൃത്യമായ വരുമാനവുമുള്ളത് സ്ത്രീകളിൽ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കും. സ്ത്രീധന കണക്കും പറഞ്ഞു വരുന്ന വിവാഹബന്ധങ്ങൾക്കായി നിന്നുകൊടുക്കില്ലെന്ന് പെൺകുട്ടികൾ സ്വയം തീരുമാനിക്കണം. പ്രണയബന്ധങ്ങളിലേക്ക് ഇറങ്ങും മുൻപ് പല തവണ ആലോചിക്കേണ്ടതാണ്. പ്രണയം സഫലമായില്ലെങ്കിൽ കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നിരവധിയാണെന്ന് ഓർക്കുക. ഓരോ സമയത്തും അതിന്റേതായ രീതിയിൽ ചെയ്യുക. പഠിക്കേണ്ട പ്രായത്തിൽ നന്നായി പഠിക്കുക. ജോലിയാകേണ്ട പ്രായത്തിൽ അതിനായി ശ്രമിക്കുക. വികാരങ്ങളെ വിവേകം കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയണം. വിവാഹത്തിന് മുൻപ് അല്ലെങ്കിൽ ശേഷമെങ്കിലും ഒരു സ്ഥിര വരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയണം. ഓഫീസ് ജോലികൾ കൂടാതെ ബിസിനസ്സും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ വരെ വരുമാന മാർഗങ്ങളാക്കിയ എത്രയോ സ്ത്രീകളുണ്ട്. ഒരിടത്തും ചൂഷണത്തിനായി നിന്നുകൊടുക്കരുത്. അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുകയും അരുത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും അപ്പോഴേ മാറുക. നാം ജീവിക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയണം. സ്വാതന്ത്ര്യമുണ്ടാകണം. നമ്മെ ബാധിക്കുന്ന കാര്യങ്ങളിൽ അവസാന വാക്ക് നമ്മുടേതാകണം. സ്ത്രീധന പീഡനത്തിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ ചെല്ലാൻ ഒരു വീടില്ലെങ്കിൽ ഒരു ജോലി സംഘടിപ്പിച്ച് ഒരു ഹോസ്റ്റലിൽ നിന്നും ജീവിക്കാം. അതിനായി ശ്രമിക്കണം. സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞ ഇന്നത്തെ കാലത്ത് ഓൺലൈനായും അല്ലാതെയുമൊക്കെ നിരവധി ചതിക്കുഴികളുണ്ട്. ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം. അനാവശ്യ കൂട്ടുകെട്ടുകളിലും ബന്ധങ്ങളിലും ചെന്നുപെടാതിരിക്കുക. അത് ചിലപ്പോൾ നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിലായിരിക്കാം എത്തിക്കുക. പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കാതെ ശക്തരായി മുന്നോട്ടു പോകാൻ കഴിയണം. മുൻപിൽ വിശാലമായ ലോകവും എത്തിപ്പിടിക്കാൻ അനേക ലക്ഷ്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ക്യാൻ. ഒരു സ്ത്രീയായ എനിക്ക് ഇന്ന് ഇത്രയും പറയാൻ കഴിയുന്നത് എന്റെ ലൈഫ് എന്റെ ചോയ്സ് ആണ്. എന്റെ പഠനം, ജോലി, വിവാഹം, കുടുംബം ഇതെല്ലാം എന്റെ ചോയ്സ് ആയിരുന്നു. അതിൽ ഞാൻ സംതൃപ്തിയുമാണ്. നമ്മുടെ അവകാശങ്ങളും ആഗ്രഹങ്ങളും ഓർമ്മിക്കാൻ ഒരു വനിതാ ദിനം വരണമെന്നില്ല. നാം ജീവിക്കുന്നത് നമുക്ക് കൂടി വേണ്ടിയാകണം. ഇൻഡിപെൻഡന്റ് വുമൺ, അതുതന്നെയാണ് സ്ത്രീ ശാക്തീകരണം. വിദ്യാഭ്യാസം, ജോലി, വരുമാനം, വ്യക്തിത്വം ഇതൊക്കെ തന്നെയാണ് സ്ത്രീ ശാക്തീകരണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. താങ്ക് യു.